തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായ അവിഹിത കേസിൽ ഇടതുമുന്നണി പ്രതിരോധത്തിൽ. മന്ത്രിക്കെതിരെ ഭാര്യ തന്നെ രംഗത്ത് വന്നതോടെ എങ്ങനെ നാണക്കേടിൽ നിന്ന് തലയുരാമെന്ന ആശങ്കയാണ് മുന്നണിക്ക്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വന്ന കേസ് തിരിച്ചടിയാകുമോ എന്നും CPM-ന് ആശങ്കയുണ്ട്. അപ്രതീക്ഷിതമായി നേരിട്ട തിരിച്ചടിയുടെ ഞെട്ടലിലാണ് ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായ ആരോപണം പാർട്ടിയെ വെട്ടിലാക്കി. ഇതിനോടകം തന്നെ മന്ത്രിയുടെ രാജിയാവശ്യവും ശക്തമായി. സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് എതിരായി ഇത്ര ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും പ്രതികരിക്കാൻ CPM-ഉം ഇടതുമുന്നണി നേതാക്കളും തയ്യാറായിട്ടില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു വരി പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല. കുടുംബ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ അറിയിച്ചിരുന്നു എന്നാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ പറയുന്നത്. ഇത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗണേഷ് കുമാറിനെ നിയന്ത്രിക്കാൻ തയ്യാറായില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കാണാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മന്ത്രി ഗണേഷ് കുമാറിനെ കണ്ടത് എന്നാണ് മന്ത്രിയുടെ ഭാര്യ പറയുന്നത്. ഗണേഷ് കുമാറിനെതിരായി കൂടുതൽ തെളിവുകളും ഉണ്ടെന്നും ഭാര്യ ബിന്ദു പറയുന്നുണ്ട്. സ്ത്രീപീഡകരായ ഒരു മന്ത്രി സംസ്ഥാനത്ത് ആവശ്യമില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ രാജി ആവശ്യം ശക്തമാകുന്നത്. വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. വിവാദം ഈ സ്ഥിതി തുടർന്നാൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഇടതുമുന്നണി എത്തിക്കും. വിഷയത്തിൽ എന്തു നടപടി സ്വീകരിക്കുമെന്ന ആശങ്കയും ഇടതുമുന്നണിക്കുണ്ട്. നിലവിൽ ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നമെന്ന നിലയിൽ തള്ളിക്കളയാനാണ് മുന്നണിയുടെ നീക്കം. ജനം, തിരുവനന്തപുരം.